സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഈ 3 കാര്യങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാകും. ആ കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ പേര് നിനീത്ത, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഒപ്പം. വേൾഡ് ഫേമസ് സൈക്കോളജിസ്റ്റ് ആൽബർട്ട് എല്ലിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നിന്ന് 3 കാര്യങ്ങൾ മാറ്റി വെച്ചാൽ നമുക്ക് വളരെയധികം സെൽഫ് കോൺഫിഡൻസും ഹോൾ ബാക്സ്, സെറ്റ് ബാക്സ് ഒക്കെ മാറ്റി നമുക്ക് മുന്നേറാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഐ മസ്റ്റ്, അതിൽ രണ്ടാമത്തെ കാര്യമാണ് യു മസ്റ്റ്, ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് ദേ മസ്റ്റ്. ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഈ മസ്റ്റുകളൊക്കെ എന്ന്. ഈ മസ്റ്റുകളൊക്കെയാണ് നമ്മളെ സെറ്റ് ബാക്ക് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു അൺറിയലിസ്റ്റിക് ഡിമാൻഡ്സ് നമ്മളുടെ മൈൻഡിലേക്ക് തരുന്നത്. ആൻഡ് ഈ മസ്റ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് ദീസ് മസ്റ്റ്. അതിൽ ആദ്യത്തത് ഞാൻ പറഞ്ഞത് ഐ മസ്റ്റ്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ നന്നായിട്ട് ചെയ്തിരിക്കണം, ഞാൻ കുറച്ചുകൂടി വർക്ക് ചെയ്യണമായിരുന്നു, ഞാൻ കുറച്ചും കൂടി എൻ്റെ ഡയറ്റ് ഇംപ്രൂവ് ചെയ്യണമായിരുന്നു. ഒരു അൺറിയലിസ്റ്റിക് ഡിമാൻഡ് പോലെ വളരെയധികം നമ്മളെ ഡിമാൻഡിങ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഐ മസ്റ്റ് എന്ന് വരുന്നത്. രണ്ടാമത്തതാണ് യു മസ്റ്റ്. അവൾ എന്നോട് ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, അവൾ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതുപോലത്തെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന അൺറിയലിസ്റ്റിക് ഡിമാൻഡ്സ്. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ വേൾഡ്, അതായത് ദേ മസ്റ്റ്. ഇവിടെ വരുമ്പോൾ ഈ ലോകം എന്നോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ പാടില്ലായിരുന്നു, ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ ആക്സെപ്റ്റ് ചെയ്യണം, ദേ മസ്റ്റ്. ഈ 3 തോട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സെൽഫ് കോൺഫിഡൻസിനെ തന്നെ തകർക്കുന്ന 3 വില്ലന്മാർ. ആൻഡ് ഈ 3 വില്ലന്മാരെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഈ 3 വില്ലന്മാരാണ് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർത്ത് കളയുന്നത്. ഈ 3 വില്ലന്മാർ മെയിൻലി ഷുഡ് എന്നുള്ള നമ്മളുടെ സെൻറ്റൻസിൽ ഷുഡ് എന്നായിരിക്കും നമ്മൾ പറയേണ്ടാകുക, അല്ലെങ്കിൽ മസ്റ്റ്, നീഡ് ടു ബി, ഹാവ് ടു ബി, ഇങ്ങനത്തെ ഡിമാൻഡിങ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ടൈമായിട്ടുണ്ട്. ഈ ഷുഡ് അല്ലെങ്കിൽ ഈ ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തതാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ശരിക്കും സത്യം തന്നെയാണോ, ഇത് ജെനുവിൻ ആണോ? ആൻഡ് ആണെന്നാണ്, ഓക്കെ, ഈ തോട്ട്സ് ജെനുവിൻ ആണ്, ഇത് ഞാൻ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്റൻസിനെ എങ്ങനെ റീഫ്രെയിം ചെയ്യാൻ പറ്റും, എങ്ങനെ ഷുഡ് ഇല്ലാണ്ട് നമുക്കതിനെ റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇപ്പം സപ്പോസ് ഐ ഷുഡ് നോട്ട് ഈറ്റ് ഐസ്ക്രീം, ഞാൻ ഈ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി റീഫ്രേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ കുറച്ചും കൂടി ലെസ് ഡിമാൻഡിങ് ആയിട്ട് നമുക്ക്, ലെസ് ഡിമാൻഡിങ് എന്ന് തന്നെയല്ല, ഡിമാൻഡിങ് കുറവുള്ള രീതിയിൽ നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. മേ ബി ഞാൻ വേറൊരു ദിവസം ഒരു സ്പെഷ്യൽ ഒക്കേഷൻ്റെ ടൈമിൽ ഞാൻ ഐസ്ക്രീം കഴിക്കാം, അതാകുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാകില്ലല്ലോ. ഇവിടെ ഷുഡ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ്ലി റീഫ്രെയിം ചെയ്തിരിക്കുകയാണ്. സോ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക, ഈ ഒരു തോട്ട് ജെനുവിൻ ആണോ, ട്രൂ ആണോ, അത് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ടതാണോ, ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് യെസ് എന്നാണ് വരുന്നതെങ്കിൽ അത് റീഫ്രെയിം ചെയ്യുക, കുറച്ചും കൂടിയും ലെസ് ഡിമാൻഡിങ് ആയിട്ട് റീഫ്രെയിം ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റാണ്, നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഡിമാൻഡിങ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളും തിരിച്ച് അവരുടെ അടുത്ത് ഡിമാൻഡിങ് ആയിട്ട് തന്നെയാണോ സംസാരിക്കുക? അല്ലല്ലോ, കുറച്ചുകൂടി അവരെ ആശ്വസിപ്പിക്കുന്ന പോലെയല്ലേ സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്കും അത് ചെയ്തുകൂടാ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, അവൾ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവൾ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണമായിരുന്നു. ആ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവരോട് പറയും, നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ എപ്പോഴായാലും അവൾ നിന്നെ വിഷ് ചെയ്യും എന്നുള്ള രീതിയിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും നമ്മളോട് തന്നെ
അങ്ങനെ ഒരു ആശ്വാസവാക്ക് പറയാനായിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ മൂന്നാമത്തെ പോയിൻ്റാണ് റാഷണലായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. ആൻഡ് റാഷണലായിട്ട് ചിന്തിക്കാനായിട്ട് ജേർണലിംഗ് ഒരു വളരെ നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ നെഗറ്റീവ് തോട്ടുകളൊക്കെ എഴുതിയിട്ട് അതിന് നമ്മൾ പോസിറ്റീവായിട്ട് ആരെയും ബ്ലെയിം ചെയ്യാണ്ട് റാഷണലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സപ്പോസ് നമ്മളുടെ ഹസ്ബൻഡ് ലേറ്റായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കും? ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞതാ, ഇന്ന് അങ്ങനെ ആൾ ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു, നമ്മുടെ ഹസ്ബൻഡ് ഈ ഒരു നേരത്ത് വന്നിരിക്കണം. അതിന് പകരം നമ്മൾ എങ്ങനെയായിരിക്കും റാഷണലൈസ് ചെയ്യുന്നത്? മേ ബി തിരക്കുണ്ടായിരിക്കും, മേ ബി ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കുമായിരിക്കും. അങ്ങനെ മാക്സിമം ഫാക്ട്സ് കളക്ട് ചെയ്ത് റാഷണലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തന്നെ ഈ ഡിമാൻഡിങ് ആയിട്ടുള്ള തോട്ടുകൾ വളരെയധികം കുറയും. ഇതിലത്തെ നാലാമത്തെ പോയിൻ്റാണ്, നമ്മൾ ഈ സെൻറ്റൻസസ് ഷുഡും മസ്റ്റും നീഡും ഇതൊക്കെയുള്ള ഡിമാൻഡിങ് സെൻറ്റൻസസ് ഒന്ന് നല്ല രീതിക്ക് റീഫ്രെയിം ചെയ്ത് നമുക്ക് കുറച്ചുകൂടി പോസിറ്റിവിറ്റി കൂട്ടിത്തരുന്ന പോലെ ലെസ് ഡിമാൻഡിങ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്യുക. ലൈക്ക് ഐ വിഷ്, എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു. ഇതാവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡിമാൻഡ് വളരെയധികം കുറയ്ക്കും. നമ്മുടെ മൈൻഡിൽ നമ്മളെ സെറ്റ് ബാക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് മെൻ്റലി ഹാം തരുന്നതിനേക്കാളും കുറച്ചുകൂടി എങ്ങനെ പോസിബിളായിട്ട് നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്, കുറച്ചും കൂടി നമ്മളുടെ തോട്ടിനെ വൈഡൻ ചെയ്യും. കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ റീഫ്രേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഡ്സും മസ്റ്റും ഡിമാൻഡ്സും ഇതെല്ലാം കുറച്ച് ഒരു ഐ വിഷ്, ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായി, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഡിമാൻഡിങ് കുറച്ചുള്ള സെൻറ്റൻസ് വേർഡ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് കൂടുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് എസ്റ്റീമും നമ്മൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങും ഇതെല്ലാം നമ്മളെ കൂട്ടാനായിട്ട് ഈ ഒരു റീഫ്രേസിങ് ഹെൽപ്പ് ചെയ്യും. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക, എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് ഒന്ന് നിർത്തിത്തരാം, ഈ ആങ്സൈറ്റീസ് ഒക്കെ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റാൻ എന്ന് പറഞ്ഞ് കുറേ പേര് വരാറുണ്ട്. ആൻഡ് അവരുടെയൊക്കെ റൂട്ട് കോസസ് ഞാൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്ന ഒരു പോയിൻ്റാണ് ഈ മസ്റ്റ് തോട്ട്സ്. ഈ തോട്ടിൽ പലപ്പോഴും അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്നും മുന്നോട്ട് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയും അതിൽ തന്നെ വീണ്ടും വീണ്ടും താലോലിച്ച് അതൊരു ലോകമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് മീന എന്നുള്ളൊരു കുട്ടീൻ്റെ ഒരു കേസ് കാണാം. മീനയ്ക്കാണെങ്കിൽ പലപ്പോഴും ഓവർ തിങ്കിങ് വല്ലാത്തൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഓവർ തിങ്ക് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് മീനയ്ക്ക് എപ്പോഴും വരാറുള്ളത്. മീന എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിലിം ആക്ടറോ വേറെ ആരും അല്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് മീനയുടെ പലപ്പോഴുള്ള തോട്ട് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നേ എന്നാണ്. എന്താണ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കുന്നില്ലാത്ത, എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാത്തത്, എൻ്റെ കോൾസ് അവോയ്ഡ് ചെയ്യുന്നത്, എന്താ മീനൻ്റെ ഫ്രണ്ടിന് മീനയ്ക്ക് സമയം കണ്ടെത്താൻ പറ്റാത്തത് എന്നുള്ള രീതിയിലാണ് മീന പലപ്പോഴും ചിന്തിക്കുന്നത്. ആൻഡ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ആ മസ്റ്റായിട്ട് ഡിമാൻഡിങ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നത്. മീനയ്ക്ക് ഒന്ന് റീഫ്രേസ് ചെയ്ത് മാറ്റി ചിന്തിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും, കുറച്ചും കൂടി ലെസ് ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും, കുറച്ചും കൂടി സാഡ്നെസ് കുറയുമായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അല്ലെങ്കിൽ മീനൻ്റെ ഫ്രണ്ടിന് എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസി ആയിട്ടുള്ള ഡ്യൂട്ടിയിൽ നിൽക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മീനൻ്റെ ഫ്രണ്ടിന് ആ സാഹചര്യത്തിൽ വിളിക്കാൻ പറ്റാത്തത്. പക്ഷേ മീനൻ്റെ തോട്ട്, അതായത് മസ്റ്റായിട്ടുള്ള സ്റ്റക്ക് തോട്ട് കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ പോവാനായിട്ടുള്ള സാഹചര്യം മീന തന്നെ സൃഷ്ടിക്കുകയാണ്. ഇതാണ് പലപ്പോഴും നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും മീനേനെ പോലെ ആകുന്ന പല അവസ്ഥകളും നമ്മളുടെ ലൈഫിൽ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇനിയൊരു മീനെ ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലൈഫിലും മസ്റ്റ് തോട്ട്സ് ഉണ്ടോ, ഡിമാൻഡിങ് ആയിട്ടുള്ള ഓവർ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എങ്കിൽ അതൊന്ന്
റീഫ്രേസ് ചെയ്യുക, റീഫ്രെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒപ്പമുണ്ട്, കൂടെയുണ്ട് ഞങ്ങളെല്ലാവരും. ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.